മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയില് സമുജ്വലമായ ഒരു ശ്ലോകം, അത് എത്ര വ്യാഖ്യാനിച്ചാലും എത്ര വിവരിച്ചാലും അത് തീരില്ല. അതിൻ്റെ ലക്ഷ്യാർത്ഥവും വാച്യാർത്ഥവും. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുന്നത് പോലെയാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. ഒരു ചക്രമാണ് ഈ ലോകത്തിലെ എല്ലാ പ്രതിഭാസവും. ഒരു ചക്രം കറങ്ങുന്ന മാതിരിയാണ് കാർബൺ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, അതുപോലെ കർമ്മ സൈക്കിൾ, ധർമ്മ സൈക്കിൾ, എല്ലാം ഒരു ചക്രമാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏവം പ്രവർത്തിതം ചക്രം, ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചക്രം. ചക്രം പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചക്രം. അതോടൊപ്പം ഒരു ധർമ്മചക്രവും കറങ്ങുന്നുണ്ട്. ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് ധാർമ്മിക മൂല്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ കാലചക്രം ഇന്നവിറ്റബിളി തിരിഞ്ഞുകൊണ്ടിരിക്കും. അതോടൊപ്പം ധർമ്മത്തിന്റെ ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കും. ആ ധർമ്മത്തിന്റെ ചക്രത്തോടൊപ്പം തിരിയാത്തവര്, ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി, എന്റേതല്ലാത്ത വേറെ ഒന്നും ശരിയല്ല എന്ന് ധരിച്ച് എന്റേത്, ഞങ്ങളുടേത്, അത് ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് മാറാതെ മാറ്റാതെ ഒന്നിൽ തന്നെ നിലനിൽക്കുമ്പോൾ ആ ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവരെ കാലചക്രം അടിച്ചു തെറിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കാം. 3.73 കോടി ജനങ്ങളെ കൊന്ന ആളാണ് സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി. എത്ര കോടി ജനങ്ങളെയാണ് ലെനിൻ കൊന്നത് എന്നുള്ളതിന് ഒരു കണക്കുമില്ല. അവരെല്ലാം ഇന്നും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് അവരെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവരെ തോക്കിൻകുഴലിലൂടെ അധികാരം എന്ന് പറഞ്ഞ് USSR എന്നൊരു രാജ്യത്തെ ഉണ്ടാക്കി. ലെനിന്റെ ഡെഡ് ബോഡി ശരിക്കും പുണ്യവാളന്റെ ഡെഡ് ബോഡിയെ പോലെ ലോകത്തിന് കാണിക്കാൻ വെച്ചു. സ്റ്റാലിനും മാർക്സും എംഗൽസും USSR മുഴുവനും അവരുടെ പ്രതിമകള്, ഹ്യൂജ് പ്രതിമകള്. അതിനെല്ലാത്തിനും എന്ത് സംഭവിച്ചു? ഭഗവത്ഗീതയിലെ വരിയാണ് ഞാൻ വിവരിക്കുന്നത്. ഈ പ്രതിമകൾക്ക് എന്ത് സംഭവിച്ചു? ഇവരെഴുതിയ പുസ്തകത്തിന് എന്ത് സംഭവിച്ചു? ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. 100 വർഷം പോലും അത് തികഞ്ഞില്ല. എന്തേ കാരണം? അത് ഒറ്റ വരിയില് കമ്മ്യൂണിസം മാത്രം ശരി, അതിൻ്റെ നേതാക്കള് എന്തെല്ലാം തിന്മകൾ ചെയ്താലും അത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണെന്നുള്ള വ്യാഖ്യാനം. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ നേതാക്കന്മാരുടെ സ്വത്തുക്കള് വിവരിച്ചത് എങ്ങനെയാണ് എന്നൊന്ന് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. ലോകത്തിലുള്ള ചില രാഷ്ട്രങ്ങളുടെ ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ നേതാക്കന്മാരുടെ സ്വത്ത്. ഇവിടെ റഷ്യയിൽ സംഭവിച്ചത് എന്താണ്? ഫ്രീഡിൽ കാസ്ട്രോയും ചെഗുവേരയെയും എല്ലാം പൂജിക്കുന്ന കുറെ ജീവികള് കേരളത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ നാട്ടിലുള്ള നന്മകളെ എടുക്കാതെ മറ്റ് രാജ്യങ്ങളില് ഉണ്ടായിരുന്ന നേതാക്കന്മാര് അവരെ ആ രാജ്യക്കാരെ ചവച്ചു തുപ്പിക്കളഞ്ഞ്
ഓരോ പ്രതിമയും ഹുക്ക് വെച്ച് ക്രെയിൻ വെച്ച് ചവിട്ടി പൊട്ടിച്ച് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് ലെനിനെയും കുഴിച്ചിട്ട് ആ മുഖവും ആ ചിത്രവും ആ പ്രതിമയും ഇനി കാണണ്ട എന്ന് പറഞ്ഞ് മാറ്റി ആ പുസ്തകം വായിക്കാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥയിൽ ഇന്നും ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ആ ശവശരീരവും കൊണ്ട് നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. USSR 18 രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവരെല്ലാം ക്യാപിറ്റലിസത്തിലേക്ക് പോയി. ഇപ്പൊ കമ്മ്യൂണിസം എന്ന സാധനമേ ഇല്ല. ക്യൂബയും അസാധാരണമാം വിധത്തിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങി. കമ്മ്യൂണിസത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ ചൈന മറ്റൊരു ദിശയിലേക്ക് പോകുന്നു. ഇവിടെ നോക്കാം, ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന CPM ഇന്ന് ചുരുങ്ങി 7 8 പാർട്ടികളുടെ കൂട്ടത്തിൽ നിന്നാലേ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞവര് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവരുടെ എല്ലാ മാനസികാവസ്ഥയും പ്രവൃത്തിയും അവരുടെ ചിന്താധാരയും നോക്കാം. അതേസമയത്ത് ത്രേതായുഗത്തിൽ എഴുതിയ വാൽമീകി രാമായണം, ദ്വാപരയുഗത്തിൽ എഴുതിയ ഭാഗവതം, ഭഗവത്ഗീത, പിന്നെ നമ്മുടെ പുരാണങ്ങള്, അത് വായിക്കാൻ ആളുണ്ടോ, ഇതാണോ വായിക്കാൻ ആളുള്ളത് എന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാനിത് പറയാൻ കാരണം, ചിലതിനെയെല്ലാം കാലം അടിച്ച് തെറിപ്പിക്കും. എന്താ കാരണം അറിയോ? ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ടുള്ള മാറ്റത്തെ സ്വീകരിക്കാത്തവർക്ക് സംഭവിക്കുന്നതാണത്. ഞാൻ പറഞ്ഞത് മാത്രം ശരി, ഞാൻ ധരിച്ചത് മാത്രം ശരി, ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി എന്ന് പറയുന്നവർക്ക്. ഇത് തന്നെയാണ് ക്രൈസ്തവ സഭയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഏകരക്ഷകൻ, കുരിശ് ഏക ചിഹ്നം, യഹോവ ഏക ദൈവം, അതുപോലെ തന്നെ ഏക ഗ്രന്ഥം ബൈബിള്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, മറ്റൊരു ദൈവത്തെ നീ ആരാധിച്ചാൽ നിന്റെ 7 തലമുറ ഞാൻ ദണ്ഡിപ്പിക്കും, എനിക്കെതിരെ മറ്റേതെങ്കിലും ദൈവത്തെ നീ ആരാധിച്ചാല് അവന്റെ വംശത്തിനെ ഞാൻ ഒന്നില്ലെങ്കിൽ അഗ്നിക്ക്, അല്ലെങ്കിൽ രോഗത്തിന്, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കും എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരത നിറഞ്ഞ ഒരു യഹോവ സങ്കല്പം, ക്രൂരതയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ള യഹോവ സങ്കല്പം. സാധാരണ മനുഷ്യരെങ്ങാനും ആ വരി പറയുകയാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലുന്ന വിധത്തിലുള്ളതാണ്. 1,80,000 നവജാത ശിശുക്കളെ യഹോവ കൊന്നു. പഴയ നിയമം ഒന്ന് വായിച്ചു നോക്കൂ. ഇതൊക്കെ വായിക്കുന്ന വ്യക്തികൾ അല്പം ചിന്തിക്കാൻ പാകത്തിന് വളർന്നു എന്ന് വിചാരിക്കുക. ഇതിലെ വരികൾ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി എന്ന് വിചാരിക്കുക. അപ്പൊ സംഭവിക്കുന്നതാണ് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും സംഭവിക്കുന്നത്. അവിടെ ബൈബിള് വായിക്കാൻ ആൾക്കാരില്ല. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാതിരിയാണ്. പള്ളിയിൽ പോകാൻ ആൾക്കാരില്ല. അവിടെ അച്ഛന്മാർക്ക് ജോലിയില്ല. അവിടെ പള്ളികൾ മുഴുവനും വിൽക്കാൻ. എന്തേ കാരണം? ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഗായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥസ്സ ജീവതി. കാലചക്രം തിരിയുമ്പോൾ, അതോടൊപ്പം ധർമ്മചക്രവും തിരിയുമ്പോൾ, ആ ധർമ്മചക്രത്തോടൊപ്പം തിരിയാതെ എൻ്റെ ധാരണ, എൻ്റെ ചിന്ത, എൻ്റേത്, അത് മാത്രമാണ് മഹത്വമേറിയത് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണതഫലമാണ് ഇതെല്ലാം അടിച്ചു തെറിപ്പിക്കപ്പെടുന്നത്. ഭാരതീയ ഗ്രന്ഥങ്ങൾ നോക്കാം. 950 വർഷം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ക്രൂരമായ പെരുമാറ്റത്തിൽ പോലും ഭാരതീയ സംസ്കാരം മരിച്ചില്ല. ഇവിടെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും നടത്തിയ നരാധമ പ്രവൃത്തിയുടെ ഇന്റൻസിറ്റി നമ്മളെ വിറങ്ങലിപ്പിക്കും. ടിപ്പു സുൽത്താനെ പോലെയുള്ളവർ 20,000 ഹിന്ദുക്കളുടെ ബാച്ചിന് പശുവിറച്ചി തീറ്റിച്ചിട്ട മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും ഒക്കെ കൺവെർട്ട് ചെയ്തത്.
ആ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിലാണ് എത്ര അമ്പലങ്ങളാ തകർത്തത്. വെറുതെ ചിന്തിച്ചു നോക്കാം. മുസ്ലിങ്ങളുടെ ഭരണകാലത്ത് കുത്തബ് മീനാറിലുള്ള 27 നക്ഷത്ര ക്ഷേത്രങ്ങൾ മുതൽക്ക് മധുര മീനാക്ഷി ക്ഷേത്രം വരെ അങ്ങ് വിജയനഗര സാമ്രാജ്യം തകർത്ത്, ഗോൽക്കൊണ്ട ഫോർട്ട് തകർത്ത്, കാക്കതീയ രാജവംശത്തെ തകർത്ത്, ജ്വാലാമുഖി ക്ഷേത്രങ്ങൾ തകർത്ത്, എത്രായിരം ക്ഷേത്രങ്ങളാ തകർത്ത് തരിപ്പണമാക്കിയത്. സാഞ്ചി സ്തൂപം നിങ്ങൾ പോയി കണ്ടാൽ അത്ഭുതം തോന്നും, തകർത്ത് തരിപ്പണമാക്കിയത്. കോണാർക്ക് ക്ഷേത്രം കണ്ടാൽ മഹാഭാഗ്യത്തിന് കർണാടകത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് കേരളത്തിലേക്ക് മുസ്ലിം സൈന്യം കടന്നില്ല. അതിനപ്പുറത്ത് നടത്തിയിരിക്കുന്നതെല്ലാം ഇന്നും അതേപോലെ ഉണ്ട്. എന്താ കാരണം ഇത് പറയാൻ? അതെല്ലാം സംഭവിച്ചിട്ടും ഭാരതം മരിച്ചില്ല. ഇന്നും ഭാരതം ജീവിക്കുന്നു. കാരണം കാലചക്രത്തോടൊപ്പം തിരിയുന്ന ധർമ്മചക്രത്തില് ഭാരതം നിലനിന്നിരുന്നു. എന്റേത് മാത്രം ശരി എന്ന് പറഞ്ഞിട്ടില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അറിയാൻ സാധിക്കട്ടെ, ലോകത്തിൽ എവിടെ നന്മകളുണ്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ. അല്ലാതെ സംഭവിച്ചാൽ ഈ ക്രൈസ്തവ ജനതയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ സംഭവിച്ചതും കമ്മ്യൂണിസത്തിന് ലോകമെമ്പാടും ബംഗാളിലും അതുപോലെ കേരളത്തിലും സംഭവിച്ചത് തന്നെയായിരിക്കും അതേ രീതിയിലുള്ള വഴിയിലൂടെ നടക്കുന്നവർക്ക് സംഭവിക്കുന്നത്. പ്രണാമം, നമസ്കാരം.